ഇന്നലെ മുഖ്യമന്ത്രി താനൂരിലെത്തിയ മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. മുസ്ലിം ലീഗ് തീവ്രവാദ സംഘടനകളുമായൊക്കെ കൂട്ടുകൂടുന്ന അവരോട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. അത് പറയേണ്ട മണ്ണിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. താന്നൂരിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അറം പറ്റിയ പോലെയാണ്. കാരണം 2 ദിവസം മുമ്പ് താന്നൂർ MLA പറഞ്ഞിരുന്നു, ലീഗിനെതിരായി ഞങ്ങൾ എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട്. അത് SDPIയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം അവിടെ താന്നൂർ MLA അങ്ങനെ സമ്മതിച്ചത്. അപ്പോൾ താന്നൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും. പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരെയും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് CPM. അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് LDF. പൊന്നാനിയുടെ മണ്ണിൽ ഇത് എത്ര പ്രാവശ്യമായി ആവർത്തിക്കുന്നു. പൊന്നാനിയുടെ മണ്ണിൽ ഒരു സമയത്ത് അവരൊരു വേദി ഒരുക്കിയിരുന്നു. അവിടെ അണിനിരക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. കിട്ടാവുന്നവരെല്ലാം ഉണ്ട്. മുള്ളുമൂർക്കൻ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സാമ്പാർ, മനോഹരമായ ഒരു പേര് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് ഇത്തരം ഒരു മുന്നണിക്ക്. ആ മുന്നണി പേര് എത്ര ഭാവനാസമ്പന്നമാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. അതെന്നെ മറുപടിയാണ് സാമ്പാർ മുന്നണി. ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെയും ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങളുണ്ടാക്കി. എന്നാൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താന്നൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച്, പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. വാക്ക് അറം പറ്റിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലീഗിന് വലിയ ദുരന്തം ഉണ്ടാകുമെന്ന്, അതായത് കോൺഗ്രസിനുണ്ടായിട്ടുള്ള തകർച്ച മുസ്ലിം ലീഗിനും ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെയാണ് മുഖ്യമന്ത്രി ലീഗിന്. അല്ല, ഒരു ദുരന്തം വരാൻ പോകുന്നുണ്ട്. അത് LDFൻ്റെ പരാജയമാണ്. അദ്ദേഹം അത് മുന്നിൽ കണ്ടു വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ് ഇനിയൊന്ന് മാറണം എന്നുള്ളതാണ്. ആ വികാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായി. മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 1000 വോട്ടിന് ജയിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ 8000 വോട്ടിനാണ് ജയിച്ചത്. അവരെ 2 വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ സർക്കാരിനെ തകർക്കാൻ ആരുമായി കൂട്ടുകൂടുന്നതാണ് TV അൻവർ പറയുന്നത്. അൻവർ പറയുന്നത് ലീഗിന് എത്രമാത്രം സ്വീകാര്യമാണ്? അല്ല, അതൊക്കെ ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF ഒക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പലതും കേരള രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കും. അപ്പോൾ അതിനൊക്കെ പല സാധ്യതകളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവധിയായി, ഇനി ഈ പരീക്ഷണം ഒന്ന് അവസാനിപ്പിക്കാറായി എന്ന പൊതുവികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പല സംഭവവികാസങ്ങളും ഉണ്ടാവും. നേരത്തെ പലപ്പോഴും മുസ്ലിം ലീഗിന് ഈ ഒരു മതേതര സർട്ടിഫിക്കറ്റ് നൽകാനായിരുന്നു CPM മത്സരിച്ചിരുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ട് മുസ്ലിം ലീഗിന് തീവ്രവാദ പട്ടമാണ് ഇപ്പോൾ CPM നൽകിക്കൊണ്ടിരിക്കുന്നത്. വർഗീയത മുസ്ലിം ലീഗിനെ വിഴുങ്ങാൻ പോവുകയാണെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പറയുന്നത്. അല്ല, ഭയപ്പെടേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഉള്ള പാർട്ടികൾ അവരെ സഹായിച്ച ചില പാർട്ടികളെ ചൂണ്ടിക്കാണിച്ചൊക്കെയാണ് അവരിത് പറയുന്നത്. കാലം എത്രയായിട്ടും അവരെ വിഴുങ്ങിയിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ പേടിയില്ല. ഞങ്ങൾ ആരെയും വിഴുങ്ങൂല്ല, ആരും ഞങ്ങളെ വിഴുങ്ങൂല. മാത്രമല്ല, മതേതര കാഴ്ചപ്പാടിൽ ഞങ്ങളൊരു കോംപ്രമൈസും ചെയ്യൂല. അവരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയിട്ട് ലീഗിൻ്റെ മതേതരത്വത്തിൽ കലർപ്പ് വരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത് ഞങ്ങൾ ഉറപ്പ് പറയാം. എന്തുകൊണ്ടായിരിക്കും പിന്നെ മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് ഇത്തരത്തിലൊരു പട്ടം ചാർത്താൻ ശ്രമിക്കുന്നത്? അല്ല, അത് ഞങ്ങൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ കാർഡ് മാറി കളിക്കും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് അവരില്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായം 2ാം ക്ലാസ് പൗരന്മാരാവുന്നതാണ്.
അത് വൻതോതിൽ അഡ്വർട്ടൈസ് ചെയ്തു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷ വർഗീയത ലക്ഷ്യം വെച്ചിട്ടാണ് ആ പരസ്യം കൊടുത്തത്. അവരില്ലെങ്കിൽ 2ാം ക്ലാസ് പൗരന്മാരാകും. കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി പറയുകയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ അവരില്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥശൂന്യത ഒന്ന് ആലോചിച്ചു. ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരാവും. അവർ അഡ്വർട്ടൈസ് ചെയ്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതേ അവരാണ് ഇപ്പോൾ അവരെ കൂടെ ദശകങ്ങളായിട്ടുള്ള പാർട്ടികളെ ജമാഅത്തെ ഇസ്ലാമി, SDPI ഒക്കെ അവർക്കാണ് കാലാകാലങ്ങളിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അവരെ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും ഏത് പ്രസംഗമാണെങ്കിലും പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ഇപ്പോൾ കാർഡ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാർഡ് മാറി, അന്നത്തെ കാർഡല്ല ഇപ്പോൾ കാർഡ്. അപ്പോൾ അത് പറയുന്നുമില്ല. അതുകൊണ്ട് അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, താനൂരിൻ്റെ മണ്ണിൽ വെച്ച് പറഞ്ഞത് നന്നായി എന്ന് ഞാൻ പറയാൻ കാരണം, വല്ല വിധത്തിലും സ്വകാര്യമായിട്ട് കൂടണമെങ്കിൽ കൂടാം എന്ന പൊതുവിൽ എതിർക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമാണത്.